കുനാഫ ചോക്ലേറ്റ് നിങ്ങൾ കണ്ടിക്കണേ തിന്നിക്കണേ. എന്നാ നമുക്കിന്ന് നല്ല കുനാഫ പുഡിംഗ് ഉണ്ടാക്കിയാലോ? കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റില്ല ഒരു കുനാഫ പുഡിംഗ്. ആ കുനാഫയും ആ നട്ട്സും ആ ക്രീമി ആയിട്ടുള്ളതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ടാക്കണ്ട അതിന്റെ ഭംഗി നോക്കേ. വെറും 4-5 ഇൻഗ്രീഡിയൻസ് മതി. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? ആദ്യം ഒരു പാൻ എടുത്ത് ചൂടാക്കി ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുനാഫ വേണം. ഐ മീൻ വേമിസല്ലി. പായസത്തിൽ ഇടുന്ന സേമിയൊന്നും എടുത്ത് കൊണ്ടുവരരുത് കേട്ടോ. ഞാനിവിടെ എതുവിയുടെ വേമിസല്ലിയാണ് എടുക്കുന്നത്. ഞാൻ ഇവരുടെ 3 ടൈപ്പ് ഓഫ് വേമിസല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 3ഉം വെച്ചിട്ടാണോ ഉണ്ടാക്കണമെന്ന് തിങ്ക് ചെയ്യേണ്ട. ഒന്നിൽ തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി. പുഡിംഗ് കുറച്ചുകൂടെ ടേസ്റ്റ് ആക്കാനും സുന്ദരമാക്കാനും ഞാൻ ഇവരുടെ തന്നെ നട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ പരിപാടി തുടങ്ങിയാല. ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഇറങ്ങുന്നതിന്റെ മുന്നേ നമ്മൾ നല്ല തിന്നായിട്ടുള്ള വേമിസല്ലി വേണം നോക്കി സെലക്ട് ചെയ്യാം. ഇവരുടെ കയ്യിലുള്ള എല്ലാ വേമിസല്ലിയും നല്ല തിന്നായിട്ടുള്ള വേമിസല്ലിയാണ്. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആയി വരുന്നോണ്ട് നമുക്ക് ഇച്ചിരി പണിയും കുറവാണ്. എല്ലായിടത്തും അവൈലബിൾ ആണ്. സെപ്റ്റോ, ഇൻസ്റ്റാമാർട്ടിൽ അവൈലബിൾ ആണ്. നിയർ ബൈ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ. ഇവർ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാൻ താഴെ ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബട്ടറിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ ബദാം നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. മധുരത്തിന് വേണ്ടി ഞാൻ ഇവിടെ കണ്ടൻസ് മിൽക്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഷുഗർ സിറപ്പ് വേണമെങ്കിലും അതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി പരിപാടി ഭയങ്കര സിമ്പിളാ. ഒരു പാൻ എടുത്ത് 3 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ 2.5 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു ബൗൾ എടുത്ത് 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 3 സ്പൂൺ കസ്റ്റാർഡിന്റെ പൗഡർ ഇട്ട് കൊടുക്കുക. നമുക്ക് കണ്ടൻസ് മിൽക്ക് ചേർക്കാൻ ഞാനിവിടെ പഞ്ചസാര ചേർത്തിട്ടുള്ളത്. പാലൊന്ന് തിളപ്പിച്ചിട്ട് ഉണ്ടാക്കി വെച്ച മിക്സ് ഇട്ടിട്ട് നല്ലോണം കുറുകാതെ ഇളക്കി കൊണ്ട് നിൽക്കണം. അങ്ങനെ ഇളക്കും തോറും ഇത് നല്ല കട്ടിയായിട്ട് വരും. ഞാൻ കുറച്ച് തിക്കാക്കിയിട്ട് പിന്നെ അത് തണുക്കുമ്പോൾ കുറച്ചുകൂടെ തിക്കാവും. ഇനി ഇത് ലെയർ ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഒന്ന് ലെയർ ചെയ്ത് വെക്കാം. ഇതിന്റെ മേളിൽ നമുക്ക് കസ്റ്റാർഡും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് നട്ട്സ് ഇടുക. അഗെയിൻ ലെയർ ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം